അപ്പോൾ ജുമയുടെ ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കാൻ ഒരൊറ്റ വ്യക്തി മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. എപ്പോഴായിരുന്നു ആ ബാങ്ക് നിർവഹിച്ചിരുന്നത്? ഇമാം ബുഖാരി നിവേദനം ചെയ്ത സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സാഇബ് ബിൻ യസീദ് റളിയല്ലാഹു തആല അൻഹു ആണ് സംഭവം പറയുന്നത്. കാനൻ നിദാഉ യൗമൽ ജുമുഅ അവ്വലുഹു ഇദാ ജലസൽ ഇമാമു അലൽ മിൻബർ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കറ വഉമർ വഉമർ ഫലമ്മാ കാന ഉസ്മാൻ വകസറ الناس زاد النداء الثالث على الزوراء ولم يكن للنبي صلى الله عليه وسلم مؤذن غير واحد رواه البخاري. നബി തിരുമേനി മിമ്പറിൽ ഇരുന്ന ശേഷമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ജുമുഅക്ക് ബാങ്ക് വിളിച്ചിരുന്നത്. അതായിരുന്നു പ്രവാചകന്റെ കാലത്ത് ജുമുഅക്ക് വിളിച്ചിരുന്ന ഏക ബാങ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞ് മിമ്പറിൽ ഇരുന്ന ആ സമയത്ത് വിളിക്കപ്പെടുന്ന ബാങ്കായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബാങ്ക് മാത്രമായിരുന്നു അവരുടെയൊക്കെ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഫലമ്മാ കാന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മൂന്നാം ഖലീഫ ഭരണമേറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ കാലത്ത് കസറൻ നാസ് ആളുകൾ വർദ്ധിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ തബായദത്തിൽ മനാസിൽ ആളുകൾ സഹാബത്തൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ വളരെ ദൂരത്തായി. അപ്പോ സമയമായാൽ ബാങ്ക് കേൾക്കുന്നതിനും അപ്പുറം ദൂരത്തായി വരും. ആ കാരണത്താൽ ആളുകൾ അധികരിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് സാദൻ നിദാ അസ്സാലിസ് അലസ്സൗറാഇ ഒരു ബാങ്ക് മൂന്നാമത്തെ ഒരു വിളി കൂടി അധികമാക്കി. മൂന്നാമത്തെ വിളി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കും ഇഖാമത്തും കൂട്ടിയിട്ടാണ്. അങ്ങനെ രണ്ട് വിളി, പിന്നെ ഇത് മൂന്നാമത്തെ വിളി. അപ്പൊ ഇത് അധികരിപ്പിച്ചു. എവിടെ? പള്ളിയിലല്ല, അലസ്സൗറാഇ. സൗറാ എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള ഒരു ചന്തയാണ്, ഒരു അങ്ങാടിയാണ്. ആ അങ്ങാടിയിലെ ഒരു വീട്ടിലാണ് ഇങ്ങനെ സമയമായി എന്നറിയിക്കാനുള്ളൊരു വിളി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് വർദ്ധിപ്പിച്ചത്. വലം യകുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനുൻ ഗൈറ വാഹിദ്. ഒരാളല്ലാതെ നബിക്ക് മുഅദ്ദിൻ ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച ദിവസം എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും വെള്ളിയാഴ്ച ജുമുഅക്ക് ഒരൊറ്റ ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെപ്പോഴായിരുന്നു? നബി തിരുമേനി പള്ളിയിൽ പ്രവേശിക്കും, നേരെ മിമ്പറിൽ കയറും, സദസ്യരെ അഭിമുഖീകരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയും. പ്രവാചകൻ മിമ്പറിൽ ഇരിക്കും. ആ സമയത്താണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചിരുന്നത്. ഇതായിരുന്നു പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ബാങ്ക്. വേറൊരു ബാങ്ക് സമയമായതിന്റെ ശേഷം ഒരു രണ്ട് ബാങ്കോ അല്ലെങ്കിൽ സമയമാകുന്നതിന്റെ മുമ്പ് ഒരു പ്രത്യേക ബാങ്കോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലവും ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലവും ഇതേപോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലമായപ്പോ മദീനയുടെ ആ സമ്പ്രദായത്തിന് ചില മാറ്റങ്ങൾ വന്നു. ഏത് സമ്പ്രദായത്തിന്? ജനങ്ങളുടെ ജീവിതത്തിന്റെ സമ്പ്രദായത്തിൽ എന്ന് പറഞ്ഞാൽ കച്ചവടങ്ങൾ കൂടി, ബിസിനസ്സുകൾ അധികരിപ്പിച്ചു. അതേപോലെ തന്നെ സ്വഹാബിമാര് പല സ്ഥലങ്ങളിലായി ഭിന്ന ഭിന്നമായി, വീടുകൾ പള്ളികളുമായി കുറെ ദൂരെയായി. ഇന്നത്തെ പോലെ മൈക്കും സ്പീക്കറൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആളുകൾ അധികരിച്ചു. സമയമായി ഇത് പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്നല്ല വേറൊരു ബാങ്ക് വിളി ഏർപ്പെടുത്തിയത്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരാളെ പറഞ്ഞയച്ചു സൗറായിലേക്ക്. ആളുകൾ കൂടുതലായി കൂടുന്ന ചന്ത സൗറാ, അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് സൗറാ എന്ന സൂഖിലുള്ള ഒരു ദാറായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വീടായിരുന്നു. സൗറാ ഒരു ചന്തയുടെ, ഒരു അങ്ങാടിയുടെ പേരാണ്. അവിടെ വെച്ചൊരു പ്രത്യേക വിളി ഏർപ്പെടുത്തി സമയമായി എന്ന അറിയിപ്പ് അതിന്റെ മുമ്പായിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ചു. ഇതാണ് ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സഹീഹായ സംഭവം. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ ബാങ്ക് നിർവഹിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ബാങ്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്, ഇവിടങ്ങളിൽ കാണുന്ന സമ്പ്രദായം സമയമാകുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് നിർവഹിക്കുകയാണ്. 12:30 ബാങ്കാണെങ്കിൽ 11:30 ഇവിടങ്ങളിൽ ബാങ്ക് വിളിക്കുന്നത്. അതൊരു സമ്പ്രദായം. നമ്മുടെ നാടുകളിൽ കാണുന്നത് ളുഹറിന്റെ സമയമായാൽ ഒരു ബാങ്ക് വിളിക്കും ജുമുഅക്ക്.
പിന്നെ കുറെ സമയം ആൾക്കാരിങ്ങനെ താമസിച്ചിരുന്ന് പിന്നെ ഖത്തീബ് വന്ന് ഒരു മഅ്ശറ വിളി, മറ്റൊരാൾ പള്ളിയിലെ മുക്രി എന്നറിയുന്ന വ്യക്തി പള്ളിയിൽ നിന്ന് ഈ മഅ്ശറ വിളി നടത്തി വാള് കൈമാറി ആള് മിമ്പറിൽ കയറി സലാം പറഞ്ഞ് ഇരുന്നാൽ പിന്നെ ആദ്യത്തെ ബാങ്കിന്റെ അത്രയൊന്നും ഒച്ചല്ലാതെ ചെറിയൊരു ബാങ്ക് പള്ളിന്റെ ആദ്യത്തെ പള്ളിയിൽ മാത്രം കേൾക്കുന്ന ഒരു ബാങ്കും വിളിക്കും. ഇതാണ് നമ്മുടെ നാട്ടിലെ സമ്പ്രദായം. എന്താണ് ഈ വിഷയത്തിൽ? നമ്മുടെ നാടുകളിൽ ഈ 2 ബാങ്ക് നിർവഹിക്കാത്ത പള്ളികളുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ സമ്പ്രദായം പോലെ ബാങ്ക് വിളി 2 എണ്ണം, അതായത് സമയമായതിന്റെ ശേഷം 2 ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായമില്ലാത്ത എത്രയോ പള്ളികളുണ്ട്. ആ പള്ളികളിലുള്ള വ്യക്തികളെയും പള്ളികളുടെ സംഘാടകരെയും ആളുകളെയും അവിടെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെയും ഒക്കെ അവർ സുന്നത്ത് ജമാഅത്തിന്റേതായ വൃത്തത്തിൽ നിന്ന് അവരകലെയാണ് എന്ന് ഈ വിഷയത്തിൽ ആളുകൾ ആരോപിക്കാറുണ്ട്. എങ്ങനെ? ഈ 2 ബാങ്ക് നിർവഹിക്കാത്തതിന്റെ പേരിൽ അവർ പ്രവാചകന്റെ ഒരു സുന്നത്തിനെ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ അവർ നഷ്ടപ്പെടുത്തി അവർ ബിദ്അത്തുകാരാണ്, പുത്തൻ പ്രസ്ഥാനക്കാരാണ്, മുബ്തദീയങ്ങളാണ് എന്ന് പറയാറുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ബാങ്കിനെ പറ്റി എന്ത് മനസ്സിലാക്കണം? നമുക്കിതിനെ സംബന്ധിച്ച് പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആവശ്യമുള്ള ഘട്ടത്തിൽ അനുവദിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ എന്തേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് കാരണം പ്രത്യേകം പറഞ്ഞു, ഇതൊരു സുന്നത്തായിരുന്നു, ഇസ്ലാമിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു സമ്പ്രദായമായിരുന്നു, അല്ലെങ്കിൽ ഒരു സുന്നത്തായിരുന്നു എങ്കിൽ അത് കാണിച്ചു തരേണ്ടിയിരുന്നത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരൊറ്റ ബാങ്കേയുള്ളൂ. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നടപ്പാക്കിയോ? ഇല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നടപ്പാക്കിയോ? ഇല്ല. അതിന്റെ ശേഷം പിന്നെ വഹി വന്നോ? വന്നിട്ടില്ല. പിന്നെന്തേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇതിന് ധൈര്യം കാണിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇതൊരു ദീനീ കർമ്മം എന്ന നിലക്ക് നടപ്പിലാക്കിയിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ദീനീ കർമ്മം എന്ന നിലക്ക് നടപ്പിലാക്കിയിട്ടില്ല. നേരെ മറിച്ച് പള്ളിയിൽ വെച്ച് അദ്ദേഹം വേറൊരു ബാങ്ക് വിളി ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങാടിയിൽ ആളുകൾ കൂടുന്നിടത്ത് പോയിട്ട് ആ പ്രത്യേക സാഹചര്യത്തിൽ ആളുകളെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു വിളി, അത് ബാങ്കായിരുന്നോ അല്ലേ എന്ന വിഷയത്തിൽ തന്നെ ഹദീസിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വെറും ബാങ്കിന്റെ വാചകങ്ങൾ തന്നെയാണോ പറഞ്ഞത്, അതോ ജുമഅക്ക് സമയമായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേക അറിയിപ്പാണോ നൽകിയത് എന്ന വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതോ ആവട്ടെ, പള്ളിയിൽ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വേറൊരു ബാങ്ക് നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ ആരുടെ കാലത്താണ് പള്ളിയിലേക്ക് ചേക്കേറിയത്? ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ കാലത്താണ് ഇത് പള്ളി മിഹ്റാബുകളിലേക്ക് അല്ലെങ്കിൽ പള്ളി മിനാരങ്ങളിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരാവശ്യമുള്ള ഒരു പ്രത്യേകമായ ഒരു സന്ദർഭം നേരിടുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രായോഗികമായ ആവശ്യം നേരിടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ 11:30 ബാങ്ക് വിളിച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും നേരത്തെ പോകുന്നുണ്ടോ? അപ്പോഴും നമുക്ക് വാച്ചുണ്ട്. അതെന്താ എല്ലാവർക്കും മനസ്സിലായി. 1 മണിക്കൂർ മുമ്പാ കൊടുത്തു, ഇനി 1 മണിക്കൂറുണ്ട് വിചാരിച്ചിട്ട് മറ്റേ ബാങ്കും കാത്തി നമ്മൾ റൂമിൽ ഇരിക്കുന്നേ അല്ലേ? അപ്പൊ പ്രായോഗികമായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടപ്പിലാക്കിയ ആ ലക്ഷ്യം ഇന്ന് നിറവേറുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇവിടുത്തെ കാര്യം. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും ആവശ്യമില്ല. കാരണം നാട്ടിന് സമയമായിട്ടാണ് ഒരു ബാങ്ക് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ സമയമായതിന്റെ ശേഷം ആരും കേൾക്കാത്തൊരു ചെറിയ ബാങ്കാ പിന്നെ കൊടുക്കുന്നത്. റസൂലുള്ളാഹിയുടെ കാലത്ത് എല്ലാവരും കേൾക്കെ കൊടുത്തിരുന്ന ബാങ്കാണ് ഇന്ന് നമ്മളിങ്ങനെ പതുക്കെ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോ ഇതൊരു സുന്നത്താണ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ അത് ഒഴിവാക്കിയാൽ നമ്മളൊരു വിദഗ്ധകാരനായി പോകുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൂടാ. ആവശ്യമുള്ള ഘട്ടത്തിൽ നിർവഹിക്കാൻ ഇളവുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് നിർവഹിക്കാം. അത് ഒഴിവാക്കുന്നതിന്റെ പേരിൽ ഒരാൾ അയാൾക്ക് പുത്തരിയാണ് അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനക്കാരനാണ് അല്ലെങ്കിൽ അയാൾ വലിയൊരു കാര്യം ഒഴിവാക്കി എന്ന് പറയാൻ പറ്റില്ല. ഉത്തമം ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായതും ഉത്തമമായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരിയാണ് എന്ന വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. ഇത് നമ്മൾ പറയുന്നതല്ല. ആര് പറയുന്നതാ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം മഹല്ലുകളിലും അംഗീകരിക്കുന്ന മദ്ഹബിന്റെ ഇമാമാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ആളുകൾ ഷാഫി മദ്ഹബിന്റെ ആളുകളായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും 90% ആളുകളും നമ്മുടെ നാട്ടിൽ ഷാഫികളാണ്. ആ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉമ്മിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹിയുടെ കാലത്ത് ഒറ്റ ബാങ്കേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വിശദീകരിക്കുന്നു. സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തും ഒരൊറ്റ ബാങ്കേയുള്ളൂ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും ഒരൊറ്റ ബാങ്കേയുള്ളൂ. പിന്നെ അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്നുണ്ടായി എന്ന് പറയുന്നു. ഈ ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹം ഉമ്മിൽ പിന്നെ പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്നെയാണോ ഈ ബാങ്ക് നടപ്പിലാക്കിയത്, ഈ വിളി നടപ്പിലാക്കിയത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നത് മുആവിയയാണ് നടപ്പിലാക്കിയത് എന്ന്. ഏതായാലും അദ്ദേഹം പറയണം, ആര് നടപ്പിലാക്കിയതായിരുന്നാലും ശരി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വാചകം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനു വേണ്ടി?
നാട്ടിൽ ഷാഫി മദ്ഹബിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ ഈ രണ്ടാം ബാങ്ക് ഒഴിവാക്കിയതിന്റെ പേരിൽ മുജാഹിദ് മഹല്ലുകളിലുള്ള ആളുകളെ പുത്തൻവാദികളായും അവർ ദീനിലെ കർമ്മങ്ങളെ വെട്ടിച്ചുരുക്കിയവരായും ആരോപിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ അദ്ദേഹം പറഞ്ഞത്? ആരാവട്ടെ നടപ്പിലാക്കിയത്? അദ്ദേഹം പറയുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നടപ്പിലാക്കിയതായിരുന്നാലും ശരി, അല്ല മുആവിയ റളിയല്ലാഹു അൻഹു ആണ് നടപ്പിലാക്കിയത് എന്നായിരുന്നാലും ശരി, ഫഅയ്യുഹുമാ കാന, അവർ രണ്ടിൽ ആരാവട്ടെ, ഫൽ അംറുല്ലദീ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായം ഏതായിരുന്നുവെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായം ഏതാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും പ്രിയങ്കരവും. എന്താ അതിന്റെ അർത്ഥം? പ്രവാചകന്റെ കാലത്ത് ഒറ്റ ഭാഗമുള്ളൂ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടിപിടി കൂടേണ്ടതില്ല. ഉത്തമം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമറുൽ ഫാറൂഖിന്റെയും ഒക്കെ കാലത്തുണ്ടായിരുന്നത് പോലെ ആ ഒരൊറ്റ ബാങ്കിൽ ചുരുക്കലാണ്. ഈ അഭിപ്രായമേ നമുക്കുള്ളൂ. ആവശ്യം അതിനൊരു പ്രത്യേക സാഹചര്യങ്ങളിലുള്ളൊരു ഘട്ടത്തിൽ അത് നിർവഹിക്കാം. സാഹചര്യങ്ങളില്ലാത്തടത്തോ അതൊരു സുന്നത്തല്ല. നേരെ മറിച്ച് ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യം അങ്ങനെയല്ല, എല്ലാ സാഹചര്യങ്ങളിലും അതുണ്ടാവും, മാറൂല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ആവശ്യമുള്ള ഘട്ടത്തിലേക്ക് മാത്രം ബാധകമാണ്. അതല്ലാതെ എല്ലാ കാലത്തും അത് നിർവഹിച്ചു കൊള്ളണമെന്നില്ല. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ ബാങ്കിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം ഒരുപാട് വിശദീകരണം നൽകുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ആദ്യമായിട്ട് ഈ ബാങ്ക് മദീനത്താണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടപ്പിലാക്കിയത്. ഇമാം ഫാഖഹാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഉദ്ധരണിയായിട്ട് അദ്ദേഹം പറയുന്നു, ഇത് മക്കയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. ബസറയിൽ ആദ്യമായി കൊണ്ടുവന്നത് സിയാദാണ് എന്നൊക്കെ അദ്ദേഹം അതിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന തന്റെ കാലത്ത് തന്നെ പല രാജ്യങ്ങളിലും ഒറ്റ ബാങ്കല്ലാതെ നടപ്പിലുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം കൂഫയിലായിരിക്കുന്ന സമയത്ത് ഒരൊറ്റ ബാങ്കല്ലാതെ നിർവഹിച്ചിട്ടില്ലായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ആകെ ആറ്റിക്കുറിക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഒരു 2 ബാങ്ക് നടപ്പിലാക്കിയിട്ടില്ല. ആവശ്യം വന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ സൗറായി എന്ന് പറയുന്ന അങ്ങാടിയിൽ പോയി ഒരു വിളിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് പള്ളിയിലേക്ക് പിൽക്കാലത്താണ് വന്നിട്ടുള്ളത്. അതൊരു പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ഒരു സുന്നത്തല്ല. ഒരു സുന്നത്തെന്ന നിലക്കത് നിർവഹിക്കാനും പാടില്ല. നേരെ മറിച്ച് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുള്ള ഒരൊറ്റ ബാങ്കിൽ പരിമിതപ്പെടുത്തലാണ് ഏറ്റവും ഉത്തമവും എനിക്ക് ഏറ്റവും പ്രിയങ്കരവും ഇഷ്ടകരമായതും അതാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പ്രഗത്ഭരായ ഇമാമിങ്ങൾ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നു.